ഹായ് ഗൈസ്, മൂവൻ ഡ്രോപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ് ഓഡിക്സ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റാണ്. അതിനെക്കുറിച്ചുള്ള ക്വിക്കായിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ ആദ്യം ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടാസ്ക്കാണ് ഗാലക്സി ടാസ്ക്. ആ ടാസ്ക് ആകെ 10,000 പേർക്കുള്ളൂ. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10% പോയിൻറ്റ് ബൂസ്റ്റും 100K പോയിൻറ്റ്സ് കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യം ഇത് ഓപ്പൺ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതിലൊരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം നമുക്ക് ഡിസ്കോഡ് മറ്റേ വെരിഫൈ ആവുന്നുള്ളതാണ്. അപ്പോൾ അത് വേഗം ചെയ്ത് കംപ്ലീറ്റ് ആക്കാം. അതിന് ശേഷം ചെയ്യേണ്ട ടാസ്ക്കാണ് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ജിമെയിൽ വെച്ചിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിന് ശേഷം ഒരു ന്യൂ യൂസർ അടിക്കുമ്പോൾ ഒരു ആക്സസ് കോഡ് ചോദിക്കും. അപ്പോൾ ആ ആക്സസ് കോഡായിട്ട് ഈ കോഡ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് അവിടെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ആവും. അക്കൗണ്ട് ഇങ്ങനെ ഒരു രീതിയിൽ ഓപ്പൺ ആയി വരും. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഫോസെറ്റ് റിക്വസ്റ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി റിക്വസ്റ്റ് ചെയ്ത് എനിക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ 24 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഫോസെറ്റ് റിക്വസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഗാലക്സി ടാസ്ക് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ പേഴ്ക്സിൻ്റെ സെക്ഷനിൽ പോയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. നമുക്കിവിടെ ഡിസ്കോഡ് ലിങ്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. ഡിസ്കോഡ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റ് കിട്ടും. അതായത് എനിക്കിവിടെ 100K പോയിൻറ്റ്സ് 47ആണ് എൻ്റെ റാങ്ക് കാണിക്കുന്നത്. അത്ര ഇയറിലാണ് ഞാൻ ആ പ്രൊജക്റ്റായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റോളും കിട്ടും, ഈ ബൂസ്റ്റും കിട്ടും. അതിനുശേഷം നമ്മൾ ചെയ്യാനുള്ളത് ഈ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക, എക്സ്പോർട്ട് വോളറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ ഒരു സീഡ് പ്രൈസ് കിട്ടും. അപ്പോൾ ഇതിൽ പ്രൈവറ്റ് കീനാണ് എഴുതിയാണ്, പക്ഷെ നമുക്ക് സീഡ് പ്രൈസാണ് കിട്ടുക. അപ്പോൾ ആ സീഡ് പ്രൈസ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ OKX വാളറ്റ് ഉണ്ട്. OKX വാളറ്റിൻ്റെ എക്സ്റ്റൻഷൻ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ക്രോം സ്റ്റോറിൽ നിന്ന് സെർച്ച് ചെയ്യുക. അതിൽ സെർച്ച് ബോക്സിൽ OKX വാളറ്റ് സെർച്ച് ചെയ്തിട്ട് ആ എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും. അതിലേക്കാണ് നമ്മൾ ഇത് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. കാരണം മെറ്റാമാസ്കിൽ ഒരു സീഡ് പ്രൈസ് വെച്ചിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അടിയിൽ ഒരിക്കലും സീഡ് പ്രൈസ് വെച്ചിട്ട് വേറെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രൈവറ്റ് കീ മാത്രമേ സപ്പോർട്ട് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ OKXൻ്റെ ഒരു വാളറ്റ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ വാളറ്റ് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം വാളറ്റ് ഇമ്പോർട്ട് ചെയ്യാൻ ഈസിയാണ്. നിങ്ങൾ ജസ്റ്റ് OKX വാളറ്റ് എടുക്കുക. അതിന് ശേഷം അക്കൗണ്ടിലൂടെ ക്ലിക്ക് ചെയ്യുക, ആഡ് അക്കൗണ്ട് അടിക്കുക. ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാം. ആഡ് അക്കൗണ്ട് അടിച്ചിട്ട് നിങ്ങൾ ഈ സീഡ് പ്രൈസ് വെച്ചിട്ട് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ബൈ എന്നുള്ള ബട്ടനോട് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ ഒരു സ്റ്റെപ്സ് പറയാം എങ്ങനെ എക്സ്പോർട്ട് ചെയ്യേണ്ടത്. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓപ്പൺ സോണിക് ലാബ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ മുന്നേ സോണിക് ലാബ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തൊരു വെബ്സൈറ്റിലേക്കാണിത് റീഡയറക്റ്റായി പോവുക. അപ്പോൾ അതിന് ശേഷം നോട്ട് കണക്റ്റഡാണ് കാണിക്കണത്. നമ്മൾ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള OKX വാളറ്റ് ആയിട്ടാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. അത് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് ഈ നോട്ട് കണക്റ്റഡ് ചിലപ്പോൾ ഇവിടെ അമർത്തിയാൽ ചിലപ്പോൾ വർക്കായി എന്ന് വരില്ല. അപ്പോൾ താഴേക്ക് പോയിട്ട് സോണിക്കിൻ്റെ അവിടെ കണക്ട് വാളറ്റ് ടു റിക്വസ്റ്റ് സോണിക് ക്ലിക്ക് ചെയ്യുക, മെറ്റമാസ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആദ്യം OKX വാളറ്റാണ് ഓണായി വരിക. നമ്മൾ ഇമ്പോർട്ട് ചെയ്ത വാളറ്റാണിത്. അത് ജസ്റ്റ് കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ റിക്വസ്റ്റ് സോണിക് കൊടുക്കുക. ഒരു കൺഫർമേഷൻ വരും, കൺഫേം അടിക്കുക. അപ്പോൾ ഇതാ സക്സസ്ഫുള്ളി ഡെപ്പോസിറ്റഡ് ആയിട്ടുണ്ട് 10 സോണിക്ക്. അപ്പോൾ നമ്മൾ ഡെയിലി ഫോസെറ്റ് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ആ ടാസ്ക് അവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് ചെയ്യേണ്ടത് ഇതിൽ നമ്മൾ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ബൈയും സെൽ ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതിൽ നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ഒരു 100 USDC ബാലൻസ് ഉണ്ട്. ജസ്റ്റ് ഒരു 10 USDCക്ക് എങ്ങനെയും ബൈ ചെയ്യുക. അങ്ങനെ നമ്മൾ ബൈ ചെയ്യുക, സെൽ ചെയ്യുക, ലിമിറ്റ് ഓർഡർ ട്രൈ ചെയ്യുക, പ്രോ ഓർഡർ ട്രൈ ചെയ്യുക. അതൊക്കെ കമ്മിങ് സൂൺ ആണ്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ അതൊക്കെ ട്രൈ ചെയ്യണം. അപ്പോൾ ഇതിലിപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഈ ജസ്റ്റ് ബൈ ചെയ്യുക, സെൽ ചെയ്യുക, ട്രേഡ് ചെയ്യുക. അങ്ങനെ വോളിയം കൂടുതൽ ക്രിയേറ്റ് ചെയ്യുക, പ്രോഫിറ്റ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് പോയിൻറ്റ്സ് ഒക്കെ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ വീഡിയോയിലുള്ളൂ. ഇത്രയാണ് ഇനീഷ്യലായി ചെയ്യേണ്ടത്. ബാക്കി ഇനി ചെയ്യാനുള്ള ടാസ്കുകളൊക്കെ ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.